നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1201 ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ്. ചിങ്ങം 1 തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും, കർക്കിടകത്തിൽ ബുധനും, ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും, കന്നിരാശിയിൽ കുജനും, മകരത്തിൽ ഗുളികനും, കുംഭത്തിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു. ചിങ്ങമാസം അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ ചിന്തകളും ദിശകളും രൂപപ്പെടുന്ന ഒരു കാലമായിരിക്കും. ഏറെ കാലമായി നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരുടെ വ്യക്തിത്വം കൂടുതൽ ഊർജ്ജസ്വലമാകുന്ന മാസമാണ് ചിങ്ങം. ജോലിയിൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനം ഇവർക്ക് ലഭിക്കുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതുമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പരിപൂർണ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഇൻ്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. അതുപോലെ സ്വന്തമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇവർക്ക് അനുകൂലമായ കാലമാണ്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിരതയും നേരിയ വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ഇടപാടുകളിൽ ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ്. വീടുമായോ ദൂരയാത്രകളുമായോ ബന്ധപ്പെട്ട ചിലവുകൾ ഇവർക്ക് വർദ്ധിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ്. ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായ മാസമാണ്. അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് വിവാഹബന്ധത്തിലേർപ്പെടാൻ അവസരം ഒത്തുവരുന്നതുമാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ്. ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ബാങ്ക് വായ്പകളോ സാമ്പത്തിക ഇടപാടുകളോ ആലോചിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. നിയമപരമായ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സത്യവും നീതിയും മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ അധ്യാപകർ, പോലീസുകാർ, വക്കീലന്മാർ തുടങ്ങിയവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഇവർ വിഷമിക്കുന്നതായി കാണാം. ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും മറ്റു പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും ജലജന്യ രോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ്. 4, 16, 26 തീയതികൾ അനുകൂലമാണ്. ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നേരിടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക. കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ്. സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും
വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സർവേശ്വര അനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.